ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് മൺഡേയിലെ, അതായത് 26 ജാനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സോ 26 ജാനുവരി എന്ന് പറയുമ്പം മൺഡേ ആയിരുന്നുകൊണ്ട് തന്നെ സൺഡേ മൺഡേ കമ്പൈൻ ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആയിരിക്കും നമ്മൾ നോർമലി എന്ത് ചെയ്യാറുള്ളത്, ഡിസ്കസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ന്യൂസസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ, ഒരു റിവിഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാമിന് വരുന്ന പോയിന്റിന്റെ ബേസിസിൽ. സോ 26 ജാനുവരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം റിപ്പബ്ലിക് ഡേ ആയിരുന്നു. സോ ഈ ഇയറിലെ 2026 റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദ 77th റിപ്പബ്ലിക് ഡേ ആയിരുന്നു. നമ്മുടെ 77th റിപ്പബ്ലിക് ഡേ ആയിരുന്നു ഏതാ, ഈ ജാനുവരി 26 2026 എന്ന് പറഞ്ഞാൽ 77th റിപ്പബ്ലിക് ഡേ ആയിരുന്നു. സോ അതിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുവാണെങ്കിൽ എന്താ, നമ്മൾ എന്തിനാ 26 ജാനുവരി എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 19 ഡിസംബർ 1929 ലാഹോർ സെഷനിൽ വെച്ച് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഹിസ്റ്റോറിക് റെസൊല്യൂഷൻ എടുത്തത്. ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 26 ജാനുവരി റിപ്പബ്ലിക് ഡേ ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഫസ്റ്റ് റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ് നടന്നത് ഇർവിൻ സ്റ്റേഡിയത്തിലാണ്. അതിൻ്റെ പഴയ പേരാണ്. പുതിയ പേരാണെങ്കിൽ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിലാണ് എന്ത് ചെയ്യുന്നത്, റിപ്പബ്ലിക് ഡേയുടെ ഫസ്റ്റ് പരേഡ് എന്ന് പറയുന്നത് നടന്നത് ന്യൂഡൽഹിയിലാണ്. ഓക്കെ, ഇനി റിപ്പബ്ലിക് ഡേയുടെ അന്ന് ഫ്ലാഗ് അൺഫോൾസ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫ്ലാഗ് അൺഫോൾഡ് ചെയ്യുന്നത്. അത് ജസ്റ്റ് അതിൻ്റെ ഒരു ഹിസ്റ്റോറിക് പാർട്ട് ഓർത്തിരിക്കുക. ഈ വർഷം 77th റിപ്പബ്ലിക് ഡേ ആണ് നമ്മൾ എന്ത് ചെയ്തത്, സെലിബ്രേറ്റ് ചെയ്തത് എന്ന് ഓർക്കുക. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് 25 ജാനുവരി ആയിരുന്നു, അതായത് സൺഡേ എന്ന് പറയുന്നത് 25 ജാനുവരി നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ്. ഓക്കെ, നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 25 ജാനുവരിയെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നാഷണൽ വോട്ടേഴ്സ് ഡേ ആണ് 25 ജാനുവരി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 26 ജാനുവരി തന്നെ ഇറ്റ് ഈസ് ഓൾസോ ദ ഡേ ഓഫ് ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എനർജി. ഓക്കെ, ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എനർജി ആയിട്ടാണ് 26 ജാനുവരി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 2023 മുതലാണ്, 2023 മുതലാണ് UN ജനറൽ അസംബ്ലി ഈ ഒരു ഡേ എന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം, ഇന്റർനാഷണൽ ഡേ ഓഫ് ക്ലീൻ എനർജി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ എന്നുള്ളൊരു തീരുമാനം എന്ത് എടുത്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗ്രാൻഡ് കുതിർ എന്ന് പറയുന്ന ഇതിൻ്റെ ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അറ്റ് രാഷ്ട്രപതി ഭവൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്രാൻഡ് കുതിർ എന്നുള്ളതിൻ്റെ എയിം എന്ന് ചോദിച്ചാൽ, ദ എയിം ഓഫ് ഡെവലപ്പിംഗ് is to enhance awareness among the citizens regarding the rich cultural and literary heritage of India. Cultural and literary heritage of India പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാൻഡ് കുതിർ എന്ന് പറയുന്നതിൻ്റെ ഇനോഗ്രേഷൻ ചെയ്തിരിക്കുന്നത്. സോ അതിൽ എന്തായിരിക്കും, ഇന്ത്യയുടെ റിച്ച് ആൻഡ് ഡൈവേഴ്സ് കൾച്ചറൽ ഫിലോസഫിക്കൽ ലിറ്റററി ഇന്റലക്ച്വൽ ഹെറിറ്റേജ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഷോക്കേസ് ചെയ്യുന്നത്. എന്തിലൂടെ, ഗ്രാൻഡ് കുതിറിലൂടെ ഷോക്കേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് നെയിം ഈസ് ASC അർജുൻ എന്ന് പറയുന്ന ഒരു പുതിയ ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഇന്ത്യൻ റെയിൽവേ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അറ്റ് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ. വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബൈ ഇന്ത്യൻ റെയിൽവേ ആണ് ഈ ഒരു റോബോട്ട് ASC അർജുൻ എന്ന് പറയുന്ന റോബോട്ടിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബൈ ഇന്ത്യൻ റെയിൽവേ അറ്റ് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അത് അതിൻ്റെ ഇനോഗ്രേഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് രാജസ്ഥാൻ ഗവൺമെന്റ് രാജ് ഉന്നതി ഇനിഷ്യേറ്റീവ് ഫോർ പ്രൊജക്ട് മോണിറ്ററിംഗ്. അതായത് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് സ്കീംസ് അല്ലെങ്കിൽ അവരുടെ പ്രൊജക്ട്സ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കറണ്ട് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടൊക്കെ രാജസ്ഥാൻ ഗവൺമെന്റ് പുതിയൊരു ഇനിഷ്യേറ്റീവ് എന്ത് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. രാജ് ഉന്നതി എന്ന് പറയുന്നതാണ് ആ ഇനിഷ്യേറ്റീവിന്റെ പേര്. സോ രാജ് ഉന്നതി എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്ത സ്റ്റേറ്റ് എന്ന് പറയുന്ന രാജസ്ഥാനാണ്. ഫോർ പ്രൊജക്ട് മോണിറ്ററിംഗ് അല്ലെങ്കിൽ നമുക്ക് പറയാം ടു റിസോൾവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇമ്പോർട്ടൻറ്റ് പ്രൊജക്ട് സ്കീംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസസ് ദാറ്റ് ആർ
stuck for various reasons. അതായത് മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങൾ, അതായത് അറിയാം സംസ്ഥാന പദ്ധതികൾ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് മുടങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം ഇൻ പ്രോഗ്രസ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് രാജസ്ഥാൻ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്ത പുതിയ പ്രോഗ്രാം സ്കീമാണ് രാജ് ഉന്നതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വൺ ഡിസ്ട്രിക്ട് വൺ ക്യുസീൻ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബൈ UP ഗവൺമെന്റ്. ഓക്കെ, UP ഗവൺമെന്റ് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാമാണ് വൺ ഡിസ്ട്രിക്ട് വൺ ക്യുസീൻ. ഓക്കെ, വൺ ഡിസ്ട്രിക്ട് വൺ ക്യുസീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ UP ഗവൺമെന്റ്. എന്താണ് ഇതിന്റെ എയിം എന്ന് ചോദിച്ചാൽ, the initiative is expected to benefit traditional halwais and small food entrepreneurs and local workers by helping their signature dishes reach wider and even global markets. അതായത് ചെറിയ ഫുഡ് പ്രോസസ്സിങ് ഓൺട്രപ്രണേഴ്സിനെയും അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിനെയൊക്കെ കുറച്ചും കൂടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ കുറച്ചും കൂടെ ഗ്ലോബൽ മാർക്കറ്റ്സിലേക്കൊക്കെ അതിൻ്റെ ആ ഒരു ഫെയിം എത്തിക്കാൻ വേണ്ടിയിട്ട് UP ഗവൺമെന്റ്, ഉത്തർപ്രദേശ് ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ന്യൂ പ്രോഗ്രാമാണ് വൺ ഡിസ്ട്രിക്ട് വൺ ക്യുസീൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൺ ഡിസ്ട്രിക്ട് വൺ ക്യുസീൻ ഇസ് ദ പ്രോഗ്രാം ഓർ ദ ഇനിഷ്യേറ്റീവ് ലോഞ്ച്ഡ് ബൈ ഉത്തർപ്രദേശ് ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയ പ്രോഗ്രാമാണ് വൺ ഡിസ്ട്രിക്ട് വൺ ക്യുസീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് Novak Djokovic wins a record 400 slam match to power one in Australia. അതായത് Novak Djokovic is the first tennis player to achieve 400 Grand Slam singles match wins. അതായത് 400 Grand Slams കരസ്ഥമാക്കുന്ന സിംഗിൾസിൽ കരസ്ഥമാക്കുന്ന ആദ്യത്തെ ടെന്നീസ് പ്ലെയർ ആണ് ആരെന്ന് പറയുന്നത് നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത്. ഹി ഹാസ് വൺ ദ ഓസ്ട്രേലിയൻ ഓപ്പൺ എ റെക്കോർഡ് 10 times. അതായത് 10 times ഓസ്ട്രേലിയൻ ഓപ്പൺസ് കരസ്ഥമാക്കുന്ന വ്യക്തി എന്ന ഇതും ആരുടെ പേരിൽ തന്നെയാണ്, ജോക്കോവിച്ചിന്റെ പേരിൽ തന്നെയാണ്. സോ ജോക്കോവിച്ച് ഈസ് ദ ഫസ്റ്റ് ടെന്നീസ് പ്ലെയർ ടു അച്ചീവ് 400 ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് മാച്ച്. അതായത് 400 ഗ്രാൻഡ് സ്ലാം അവാർഡ്സ് കരസ്ഥമാക്കുന്ന ഫസ്റ്റ് ടെന്നീസ് പ്ലെയർ ആണ് നൊവാക് ജോക്കോവിച്ച് എന്ന് പറയുന്നത്. സോ ഇത് ഇത്രയാണ് എന്താ സൺഡേ ആൻഡ് മൺഡേ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ട്യൂസ്ഡേയിലേത് നോക്കാം. ഞാൻ പറയുന്നത് ട്യൂസ്ഡേയിലേതാണ്, അതായത് 27 ജാനുവരിയിലാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 27 ജാനുവരിയുടെ 2 പ്രത്യേകതയുണ്ട്. ആദ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്നാണ് നാഷണൽ ജോഗ്രഫിക് ഡേ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പം ഈ നാഷണൽ ജോഗ്രഫിക് ഡേ എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് നമ്മൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നാണ് നാഷണൽ ജോഗ്രഫിക് സൊസൈറ്റി ആരംഭിക്കുന്നത്. ആ ഒരു ഓർഗനൈസേഷൻ ആരംഭിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തത് ജാനുവരി 27, 1888 അത് സ്റ്റാർട്ട് ചെയ്തത്. വാഷിങ്ടണിലാണ് സ്റ്റാർട്ട് ചെയ്തത്, USA വാഷിങ്ടൺ DC ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷനെ നമ്മൾ ഓണർ ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും നമ്മൾ എല്ലാ വർഷവും ജാനുവരി 27 നാഷണൽ ജോഗ്രഫിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സയൻസിൻ്റെ ഫീൽഡിലായിക്കോട്ടെ, എൻവയോൺമെൻറ്റൽ കൺസർവേഷനിലായിക്കോട്ടെ, ഇങ്ങനെ അതിലെല്ലാം നോക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ഫീൽഡിലും നോക്കുമ്പോഴും ഏറ്റവും റിനോവ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഈ പറയുന്ന നാഷണൽ ജോഗ്രഫിക് സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നാഷണൽ ജോഗ്രഫിക് സൊസൈറ്റി എവിടെയാണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഷിങ്ടൺ DC USA അതെന്നാണ് അത് സ്റ്റാർട്ട് ചെയ്ത് എന്നാണ് ഇത് തുടങ്ങിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരി 27, 1888 തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സംഭവം ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ വർഷവും ജാനുവരി 27 വേൾഡ് ജോഗ്രഫിക് ഡേ ആയിട്ട് കണക്കാക്കുന്നത്. ഇനി അടുത്തത് ജാനുവരി 27 എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർനാഷണൽ ഡേ ഓഫ് കമമറേഷൻ ഇൻ മെമ്മറി ഓഫ് വിക്ടിംസ് ഓഫ് ഹോളോകാസ്റ്റ്. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഈ പറയുന്ന ഹോളോകാസ്റ്റിൻ്റെ വിക്ടിംസ് അവരുടെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ കണക്കാക്കുന്ന ദിവസമാണ്, ഇൻ്റർനാഷണൽ ഡേ ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ദിവസമാണ് 27 ജാനുവരി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വേറൊരു രീതിയിലോട്ട് പറയും ഇന്റർനാഷണൽ ഹോളോകാസ്റ്റ് റിമെമ്പറൻസ് ഡേ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ യുണൈറ്റഡ് നേഷൻ ആണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ജാനുവരി 27, 1945
ഓഷ്വിറ്റ് ബിർക്കിനെ എന്ന് പറഞ്ഞ ദ ലാർജസ്റ്റ് നാസി കോൺസെൻട്രേഷൻ, എന്താ നാസി ആളുകളുടെ ഒരു കോൺസെൻട്രേഷൻ, അവരൊരു ഡെത്ത് ക്യാമ്പും നടന്നു. അതായത് കുറേ നാസികൾ മരണപ്പെട്ടു. അപ്പോൾ അവരുടെ എന്താണ് ആ ഒരു ഓർമ്മയ്ക്കായിട്ടും അതുപോലെ തന്നെ ഓഷ്വിറ്റ് ബിർക്കിൻ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ലിബറേഷൻ, അവർക്ക് ഫ്രീഡം കിട്ടുന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് യുണൈറ്റഡ് നേഷൻ എല്ലാ വർഷവും എന്താണ് ഈ ജാനുവരി 27 ഇവരുടെ ഒരു റിമെമ്പറൻസ് ഡേ ആയിട്ട്, അവരുടെ ഒരു ഓർമ്മ ദിവസമായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പം ഈ ഒരു 27 ജാനുവരിനെ നമ്മൾ എന്താണ് ഇന്റർനാഷണൽ ഹോളോകാസ്റ്റ് റിമെമ്പറൻസ് ഡേ എന്നും പറയാറുണ്ട്. ഇത് ഡെസിഗ്നേറ്റ് ചെയ്തതാണെന്ന് ചോദിച്ചാൽ യുണൈറ്റഡ് നേഷൻ ആണ് ഇത് ഡെസിഗ്നേറ്റ് ചെയ്തത്. പിന്നെ അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ലെഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽക്കെനെ സുഭാഷ് ചന്ദ്രബോസ് നാഷണൽ അവാർഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് 2026 സെലക്ട് ചെയ്തു. അപ്പോൾ സിക്കിം സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റീനെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ സീത അശോക് ഷെൽക്കെ, ഈ ഒരു അതോറിറ്റീനെയും അതുപോലെ ഈ ആളെ എന്താണ് ലെഫ്റ്റനന്റ് കേണലായിട്ടുള്ള സീതേനെയുമാണ് ഈ പറഞ്ഞ അവാർഡിനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളാണ് 2024 നടന്ന വയനാട് ലാൻഡ് സ്ലൈഡിൽ ആ ഒരു ഓപ്പറേഷൻ നടത്തിയ, ആ ഒരു ഓപ്പറേഷനിൽ ലെഡ് ചെയ്ത, ആ ഓപ്പറേഷൻ്റെ ഒരു ലീഡറായിരുന്നു ആൾ, ലെഫ്റ്റനന്റ് കേണൽ സീത അശോക് ഷെൽക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ആളെ നമ്മൾ ഈ ഒരു സുഭാഷ് ചന്ദ്രബോസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അവാർഡിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അവാർഡ് നമ്മൾ എന്നാണ് അനൗൺസ് ചെയ്യുന്നത്? എല്ലാ വർഷവും 23 ജാനുവരിയിലാണ് അനൗൺസ് ചെയ്യുന്നത്. അതായത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ബർത്ത് ആനിവേഴ്സറി ആയിട്ട് ആ ഒരു ദിവസമാണ് നമ്മൾ ഈ ഒരു അവാർഡ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം അവാർഡ് കിട്ടിയ ആളാണ് ആരെന്ന് പറയുന്നത് സീത അശോക് ഷെൽക്കെ എന്ന് പറഞ്ഞ ആൾ ലെഫ്റ്റനന്റ് കേണലാണ്. അതുപോലെ തന്നെ ആളുടെ പ്രത്യേകത പറഞ്ഞാൽ 2024 വയനാട് ലാൻഡ് സ്ലൈഡിൽ ആ ഒരു ഡിസാസ്റ്റർ റിലീഫ് ഓപ്പറേഷൻ നടത്തിയ ഒരാൾ കൂടി ആയിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു അവാർഡിനെ പറ്റി പറയുമ്പോൾ ഇതിന് എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യൻ നാഷണൽസിന് മാത്രമാണ് ഈ ഒരു അവാർഡ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും, ഇന്ത്യൻ നാഷണൽസ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഒരു അവാർഡ് എലിജിബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കണം. അതായത് പ്രിവെൻഷൻ, മൈഗ്രേഷൻ, റെസ്ക്യൂ ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം വർക്ക് ചെയ്യുന്ന അങ്ങനത്തെ ഫീൽഡിലുള്ള ഒരാളും കൂടെ ആയിരിക്കണം. അവർക്കാണ് ഈ ഒരു അവാർഡ് എലിജിബിൾ ആയിട്ടുള്ളത്. അടുത്തത് പഞ്ചാബ് ഗവൺമെൻറ് എന്ത് ചെയ്തു, ഒരു പുതിയ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് മുഖ്യമന്ത്രി സെഹത് യോജന എന്ന് പറഞ്ഞത്. ഈ ഒരു സ്കീം എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ്ലെസ് മെഡിക്കൽ കെയറിന് വേണ്ടിയിട്ടാണ്. ഇത് പഞ്ചാബ് ഗവൺമെൻറ്റിലെ ആം ആദ്മി പാർട്ടിയാണ്, ആം ആദ്മി പാർട്ടി ഗവൺമെൻറ് ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അവരാണ് ഈ ഒരു സ്കീം മുൻപോട്ട് വെച്ചത്. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കീമിലൂടെ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ക്യാഷ്ലെസ് ആയിട്ട്, അതായത് പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് കിട്ടും. ഇതിനകത്ത് ഉള്ള ആ ഒരു എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഫാമിലിക്കും ഓരോ വർഷവും 10 ലക്ഷം രൂപയാണ് അവർ പറയുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ആരും തന്നെ നമുക്ക് ഇൻക്ലൂഡഡ് അല്ലാത്ത ആരുമില്ല. ആ സ്റ്റേറ്റിൽ താമസിക്കുന്ന, അതായത് പഞ്ചാബിൽ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും അവിടെ താമസിക്കുന്ന എല്ലാ ആളുകൾക്കും ഇത് ആപ്ലിക്കബിൾ ആണ്, എല്ലാവർക്കും എലിജിബിൾ ആണ്. അത് മാത്രമല്ല ഇതിനകത്ത് എങ്ങനെയാണ് എലിജിബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു ആധാർ കാർഡും അതുപോലെ തന്നെ വോട്ടർ ID ഉണ്ടെങ്കിൽ എലിജിബിൾ ആയിരിക്കും. ഇനി കുട്ടികൾക്കാണെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ അവരുടെ പേരൻസിൻ്റെ വോട്ടർ ID കാണിച്ചു കഴിഞ്ഞാൽ അവർക്കും ഈ ഒരു എമൗണ്ട് കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് കെയർ റിലേറ്റഡ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ പഞ്ചാബിൽ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഗവൺമെൻറ് 10 ലക്ഷം രൂപ ഓരോ പെർ ഫാമിലിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്കീമിൻ്റെ പേരാണ് മുഖ്യമന്ത്രി സെഹത് യോജന എന്ന് പറയുന്നത്. അത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുക, ക്യാഷ്ലെസ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ള രീതിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏത് ഗവൺമെൻറ്റാണ് ഇത് കൊണ്ടുവന്നത്? പഞ്ചാബ് ഗവൺമെൻറ് ആണ് ഇത് കൊണ്ടുവന്നത്. പിന്നെ അടുത്ത നമ്മൾ പറയുന്നത് വില്ലേജ് റിസർച്ച് ഹീറോ പ്രൈസ് 2025. ഈ ഒരു പ്രൈസ്, ഈ ഒരു അവാർഡ് കിട്ടിയത് ഇന്ത്യൻ ഡോക്ടറിനാണ്. ആളുടെ പേര് ചന്ദ്രകാന്ത് ലഹേരിയ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഡോക്ടറിനാണ് ഈ ഒരു വിൻസ് വില്ലേജ് റിസർച്ച് ഹീറോ പ്രൈസ് 2025 കിട്ടിയത്. അപ്പം നേരത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിലെ സ്റ്റാഫ് മെമ്പർ ആയിരുന്നു ഈ പറയുന്ന ചന്ദ്രകാന്ത് ലഹേരിയ എന്ന് പറഞ്ഞത്. ആൾക്കാണ് വില്ലേജ് റിസർച്ച് ഹീറോ പ്രൈസ് 2025 കിട്ടിയത്. അത് മാത്രമല്ല ഈ ഒരു ഇൻ്റർനാഷണൽ വില്ലേജ് പ്രൈസ് കിട്ടിയ ഫസ്റ്റും അതുപോലെ ഒരേ ഒരു ഇന്ത്യൻ കൂടിയാണ് ആൾക്ക്, ആ ഒരു ക്രെഡിറ്റ് കൂടി ആൾക്ക് കിട്ടിയിട്ടുണ്ട്.
പിന്നെ ആൾക്ക് വേറൊരു അവാർഡ്, എനിക്ക് കിട്ടിയ അവാർഡ് കിട്ടിയ ഒരു കാറ്റഗറി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പാക്ട് ബിയോണ്ട് അക്കാഡമിയ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്കാണ് ആൾക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഡോക്ടറായിട്ടുള്ള ചന്ദ്രകാന്ത് ലഹരിക്കാണ് ആള് നേരത്തെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സ്റ്റാഫ് മെമ്പർ ആയിരുന്നു. ആൾക്കാണ് ഏത് അവാർഡ് കിട്ടിയത്? വില്ലേ റിസർച്ച് ഹീറോസ് പ്രൈസ് എന്ന് പറഞ്ഞ അവാർഡ് കിട്ടിയത്. അത് ഇൻ്റർനാഷണൽ വില്ലേ പ്രൈസ് നമുക്ക് പറയാം. ആ ഒരു അവാർഡ് കിട്ടിയിട്ടുള്ളത്. അതിനകത്ത് ഏത് കാറ്റഗറിക്കാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പാക്ട് ബിയോണ്ട് അക്കാഡമിയ എന്ന് പറയുന്ന കാറ്റഗറിക്കാണ് ആൾക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ പറയുന്നത് അടുത്ത ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ NCERT ആണെങ്കിൽ ഒരു ഒഫീഷ്യൽ വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അവരുടെ കരിക്കുലം അപ്ഡേറ്റ്സുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം NCERTയുടെ ഫുൾ ഫോം നമ്മൾ പറയുകയാണെങ്കിൽ എന്താ? നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ആണ് NCERTയുടെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ. അവർ ഒരു ഒഫീഷ്യൽ വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു കൗൺസിൽ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ടെക്സ്റ്റ് ബുക്സ് ആയിക്കോട്ടെ, അതുപോലെ കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളും കൊടുക്കുക, ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുക, എഡ്യൂക്കേഷണൽ റിസർച്ച്, ഈ പറഞ്ഞ കാര്യങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും എന്ത് ചെയ്യുക കൊടുക്കാൻ വേണ്ടിയിട്ടാണ് NCERT ഇങ്ങനെ ഒരു വാട്സപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയാണ് നമ്മൾ 27 ന്യൂസ് നോക്കുന്നത്. ബാക്കിയുള്ള ന്യൂസ് ഞാൻ അടുത്ത ആൾ പറയട്ടോ. ഹലോ, കേൾക്കുന്നില്ലേ? അപ്പോൾ ഞാൻ വെനസ്ഡേത്തെ ഇതാണ് പറയുന്നത്, അതായത് January 28. ഇപ്പോൾ January 28 ഡേൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ January 28 ഇൻ്റർനാഷണൽ ഡാറ്റ പ്രൈവസി ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അത് യൂറോപ്യൻ കൗൺസിൽ 2006 ഈ ഒരു ഡേ ആചരിക്കാൻ തുടങ്ങിയത്. UN-ൻ്റെ കീഴിലാണിത്, അല്ല, യൂറോപ്യൻ കൗൺസിലിൻ്റെ കീഴിലാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇൻ്റർനാഷണൽ ഡാറ്റ പ്രൈവസി ഡേ എന്ന പേരിലും ഇൻ്റർനാഷണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ഡേ എന്ന പേരിലും ഈ ഒരു ഡേ അറിയപ്പെടുന്നുണ്ട്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് പ്രൈവസി ബൈ ഡിസൈൻ ബിൽഡിംഗ് ഡിജിറ്റൽ ട്രസ്റ്റ് എന്നതാണ്. കൂടാതെ തന്നെ January 28 ഇൻ്റർനാഷണൽ ഡേ ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആ ഒരു ഡേ ആയിട്ടും ആചരിക്കുന്നുണ്ട്. അത് UN-ൻ്റെ കീഴിലാണ് ആചരിക്കുന്നത്. 2025 March 4 UN-ൻ്റെ ജനറൽ അസംബ്ലിയാണ് January 28 ഇൻ്റർനാഷണൽ ഡേ ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്നൊരു ഡേ ആയിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ തീം എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ് ടു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് ആൻഡ് എ സേഫ് ഇൻക്ലൂസീവ് വേൾഡ് എന്നതാണ്. അടുത്തതായിട്ട് January 28 എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായിയുടെ ബർത്ത് ആനിവേഴ്സറിയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അദ്ദേഹത്തിനൊരു ട്രിബ്യൂട്ട് നൽകി എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലാലാ ലജ്പത് റായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1865 January 28 പഞ്ചാബിലാണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം പഞ്ചാബ് കേസരി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, അഥവാ ലയൺ ഓഫ് പഞ്ചാബ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കൂടാതെ തന്നെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു നാഷണലിസ്റ്റ് ലീഡറാണ്, ഫ്രീഡം ഫൈറ്ററാണ്, പിന്നെ ഒരു സോഷ്യൽ റിഫോർമർ കൂടിയാണ് അദ്ദേഹം. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ലാൽ ബാൽ പാൽ എന്ന് പറയുന്ന ഒരു ട്രിയോ, ഒരു ഫേമസ് ആയിട്ടുള്ള ട്രിയോ, പിന്നെ ബാലഗംഗാധര തിലകിൻ്റെയും ബിപിൻ ചന്ദ്രപാലിൻ്റെ കൂടെയും ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ സ്വരാജ്, സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട്, അങ്ങനത്തെ ഉള്ള ബ്രിട്ടീഷ് ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്യുക, അങ്ങനെയുള്ള കുറേ ഐഡിയാസൊക്കെ സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് സൈമൺ കമ്മീഷനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റിൽ പരിക്കുകൾ പറ്റിയിട്ട് പിന്നെ November 17, 1928 അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പം യങ് ഇന്ത്യ, ഇംഗ്ലണ്ട്സ് ഡിബറ്റ് ഇന്ത്യ, ദ സ്റ്റോറി ഓഫ് മൈ ഡീപ്പോർട്ടേഷൻ, അൺഹാപ്പി ഇന്ത്യ എന്ന് പറയുന്ന ഇത്തരം ബുക്സൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ്. പിന്നെ കൂടാതെ തന്നെ സെവറൽ ന്യൂസ് പേപ്പേഴ്സിൻ്റെ എഡിറ്റർ കൂടിയായിരുന്നു അദ്ദേഹം. പിന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ൻ്റെ കോ ഫൗണ്ടർ കൂടെയാണ് ലാലാ ലജ്പത് റായ്. അടുത്തതായിട്ട്
അടുത്തതായിട്ട് റീസെൻ്റ് ആയിട്ട് ജീവൻ രക്ഷാ പതക് അവാർഡ് പ്രസിഡന്റ് നൽകാനുള്ള അപ്രൂവൽ കിട്ടി എന്നുള്ളതാണ്. 30 പേർക്കാണ് ജീവൻ രക്ഷാ പതക് അവാർഡ് കൊടുക്കുന്നത്. അതിൽ 4ഓളം കാറ്റഗറി ആയിട്ടുണ്ട്. സർവോത്തമ ജീവൻ രക്ഷാ പതക് അത് 6 പേർക്കാണ് നൽകുന്നത്. പിന്നെ ഉത്തമ ജീവൻ രക്ഷാ പതക് അതും 6 പേർക്ക്. പിന്നെ ജീവൻ രക്ഷാ പതക് അത് 18 പേർക്കും. പിന്നെ മരണാന്തരമായിട്ട് 6 പേർക്കും കൂടെയാണ് ഇതിന്റെ ഭാഗമായിട്ട് അവാർഡ് കൊടുക്കുന്നത്. ഈ ജീവൻ രക്ഷാ പതക് അവാർഡ് കൊടുക്കുന്നത് ഒരു ലൈഫിനെ രക്ഷിച്ച ഒരു പേഴ്സണലെ രക്ഷിച്ച ഭയങ്കര ധൈര്യമൊക്കെ കാണിച്ചുള്ള ആൾക്കാർക്കാണ് ഇത്തരം അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത് പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്രൂവൽ ലഭിച്ചു എന്നുള്ളതാണ്. അടുത്തതായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ DFPD അതിൻ്റെ കീഴിലുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് അന്നചക്ര എന്ന് പറയുന്നത്. അന്നചക്ര എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷൻസ് റിസർച്ച് ബേസ്ഡ് ഡിസിഷൻ സപ്പോർട്ട് സൊല്യൂഷൻ ദാറ്റ് സ്ട്രെങ്തൻസ് ഇന്ത്യാസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ബൈ ഒപ്റ്റിമൈസിങ് സ്റ്റേറ്റ് സ്പെസിഫിക് ലോജിസ്റ്റിക്സ് എന്നാണ്. ഇന്ത്യയുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ് അന്നചക്ര എന്ന് പറയുന്നത്. അതിന് ഫ്രാൻസ് എഡൽമാൻ അവാർഡിൻ്റെ 6 ഫൈനലിസ്റ്റിൽ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഉൾപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫ്രാൻസ് എഡൽമാൻ അവാർഡ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് റിസർച്ച് ആൻഡ് അനലിറ്റിക്സ് മേഖലയിൽ നോബൽ പ്രൈസ് എന്ന പേരിലാണ് ഈ ഒരു അവാർഡ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഇനീഷ്യേറ്റീവ് അതിൻ്റെ ഫൈനലിസ്റ്റിൽ വന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് UPI എന്ന് പറയുന്നത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. അതെന്ന് പറയുന്നത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവാണ് UPI എന്ന് പറയുന്നത്. ഒരു റിയൽ ടൈം പേയ്മെന്റ് സിസ്റ്റം ആണ്. അപ്പോൾ ആ UPI ഇന്ത്യ കൂടാതെ തന്നെ ജപ്പാനിലും ലോഞ്ച് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ UPIനെ കുറിച്ച് പറയുകയാണെങ്കിൽ UPI 2016 ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് കർണാടകയിലെ ലക്കുണ്ടി എന്ന് പറയുന്ന ഒരു വില്ലേജിൽ നിയോലിത്തിക് കാലഘട്ടത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്തി എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി കർണാടക ഗവൺമെന്റ് ഈ ഒരു വില്ലേജ് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ലിസ്റ്റിലേക്ക് ഉൾപ്പെടണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രെങ്തൻ ചെയ്യുന്ന കണ്ടുപിടുത്തമാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം നിയോളിത്തിക് ഇറ ടൈമിലുള്ള കുറേ വസ്തുക്കൾ ഈ ഒരു വില്ലേജിൽ നിന്ന് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ന്യൂ സ്പീഷീസ് ഓഫ് മഷ്റൂം എന്ന് പറയുന്ന ഹെമിൽസിനം ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു ന്യൂ സ്പീഷീസ് ഓഫ് മഷ്റൂം കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. ഇത് ഉത്തരാഖണ്ഡ് ഡിസ്ട്രിക്റ്റിലാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ ഈ ഒരു ഹെമിൽസിനം എന്ന് പറയുന്ന ഒരു ജീനസിൽ ഡോക്യുമെന്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ വസ്തുവിലെ ചെടി കൂടാണിത്. അടുത്തതായിട്ട് ബാസിലസ് സബ്റ്റിലിസ് എന്ന് പറയുന്ന മൈക്രോബ് കേരളത്തിന്റെ സ്റ്റേറ്റ് മൈക്രോബായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ബാസിലസ് സബ്റ്റിലിസ് എന്ന് പറയുന്ന ഒരു പ്രോബയോട്ടിക് ആയിട്ടുള്ള ഒരു ഗുഡ് ബാക്ടീരിയ ആണ്. അത് ഹ്യൂമൻ ഗട്ട് നാച്ചുറലി അതിൽ ഹ്യൂമൻ ഗട്ടിലാണ് ഇത് കാണപ്പെടുന്നത്. ഇത് കൂടാതെ തന്നെ ഫെർമെന്റഡ് ഫുഡിലും ഇത് കാണപ്പെടും. ഇതിന് ആന്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യാനും സീക്രട്ട് ചെയ്യാനുള്ള അബിലിറ്റി ഉണ്ട്. ഇതൊരു ബാസിലസ് സബ്റ്റിലിസ് എന്ന് പറയുന്നത് ഒരു നോൺ പാത്തോജനിക് ആണ്. പക്ഷെങ്കിൽ അത് ഫുഡ് കണ്ടാമിനേറ്റ് ചെയ്യും. പക്ഷെ നോൺ പാത്തോജനിക് ആണ്.
പിന്നെ ഈ ഒരു ബാസിലസ് സബ്റ്റിലിസ് എന്ന് പറയുന്ന ബാക്ടീരിയ വെജിറ്റബിൾസിലും സീഡ്സിലും പ്ലാന്റിലൊക്കെ ഒരു ഫംഗിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അത് ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതൊരു ഫംഗിസൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് ഇന്ത്യ മേക്ക് ഹിസ്റ്റോറിക് ഡെബ്യൂട്ട് ഹാസ് പാർട്ട്ണർ കൺട്രി ഗൾഫ് ഫുഡ് 2026 ഇൻ ദുബായ്. ദുബായിൽ നടക്കുന്ന ഗൾഫ് ഫുഡ് ഫെസ്റ്റിവലിൻ്റെ അല്ലെ ആ ഒരു ഇവൻറ്റിൽ ഒരു പാർട്ട്ണർ കൺട്രി ആയിട്ട് ഇന്ത്യ മാറി എന്നുള്ളതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആണ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീൻ്റെ കീഴിലുള്ള അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ആണ് ഈ ഒരു ഇവൻറ്റിൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത്. ഇത് ഇന്ത്യയിലെ 25 സ്റ്റേറ്റിലുള്ള 161 എക്സിബിറ്റേഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ഉണ്ടായിട്ടുള്ള പുതിയ ട്രേഡ് അഗ്രിമെൻറ്റിന് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന പേരിൽ അറിയപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും പുതിയൊരു ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അതിനാണ് മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ടെക്സ്റ്റൈൽസ്, ലെതർ, കെമിക്കൽസ്, ഇലക്ട്രോണിക്സ്, ജ്വല്ലറി എന്നീ മേഖലകളിൽ ഇന്ത്യക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ 2032 ആവുമ്പോൾ ഇന്ത്യയുടെ ഈ ഒരു ഡീലിൻ്റെ ട്രേഡ് എക്സ്പോർട്ടൊക്കെ 2 ഇരട്ടിയായിട്ട് ഡബിളായിട്ട് മാറുന്നു എന്നാണ് പ്രതീക്ഷ. അപ്പോ വെനസ്ഡേത്തെ ഇത്ര മാത്രമാണുള്ളൂ. ഹലോ, ഞാൻ ഓഡിബിൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ തേഴ്സ്ഡേയിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ചൈന ഹാസ് ലോഞ്ച്ഡ് ദ വേൾഡ്സ് ലാർജസ്റ്റ് കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജ് പ്ലാന്റ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലാന്റ് ആണ് ചൈന നിർമ്മിച്ചിട്ടുള്ളത്. കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജ് പ്ലാന്റ് എന്നാണ് അതിൻ്റെ പേര്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെപ്പറ്റി പറയാനാണ്. കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സോളാർ യൂസ് ചെയ്തിട്ടും വിൻഡ് എനർജിയിൽ നിന്നിട്ടും ഒക്കെ നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സസ് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് എയറിനെ കംപ്രസ് ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കും. അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ഇലക്ട്രിസിറ്റി ഷോർട്ടേജ് വരുമ്പോൾ അതേ ആ കംപ്രസ് ചെയ്ത എയർ യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി റീക്രിയേറ്റ് ചെയ്യും. അതാണ് ഈ ഒരു കംപ്രസ്ഡ് എയർ എനർജി സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ ഈ ഒരു സ്റ്റോറേജ്, ഈ എയർ സ്റ്റോറേജ് ചെയ്യുന്നത് ഒരു എന്താ പറയുക, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ചൈനയാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത്രയാണ് ഈ ഒരു ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത്, റീസെൻ്റ്ലി ദ സ്റ്റേറ്റ് ഓഫ് ഉത്തരാഖണ്ഡ് ഹാസ് ഇംപ്ലിമെൻറ്റഡ് ദ യൂണിഫോം സിവിൽ കോഡ് അമെൻമെൻറ്റ് ഓർഡിനൻസ് 2026. ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് UCC അമെൻമെൻറ്റ് നടപ്പിലാക്കിയെന്നാണ് ഈ ഒരു ന്യൂസിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ മാരേജ്, ഡിവോഴ്സ്, പ്രോപ്പർട്ടി റൈറ്റ്സ്, അതിലൊക്കെ എല്ലാ മതത്തിലുള്ള ആൾക്കാർക്കും ഇപ്പോൾ ഒരു മാരേജ് നടക്കുകയാണെങ്കിലും എല്ലാ റിലീജിയനിലും വ്യത്യസ്ത വിശ്വാസങ്ങളായിരിക്കും. പക്ഷെ ഇതിലുള്ള എല്ലാ മതസ്ഥർക്കും തുല്യമായിട്ടുള്ളൊരു നിയമം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഈ UCC അമെൻമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത്. UCC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രാജ്യത്തുള്ള എല്ലാ പൗരന്മാർക്കും അവരുടെ റിലീജിയൻ, കാസ്റ്റ്, പിന്നെ വിശ്വാസം ഇതൊക്കെ പരിഗണിക്കാതെ തന്നെ ഇപ്പോൾ മാരേജ് ചെയ്യാനും ഡൈവോഴ്സ് ചെയ്യാനും പ്രോപ്പർട്ടി റൈറ്റ്സിനൊക്കെ ഉള്ള ഒരു നിയമം, ഒരേ നിയമം ഈ ഇപ്പോൾ എല്ലാ കാസ്റ്റിലുള്ള എല്ലാവർക്കും ഒരേ നിയമം വരാൻ വേണ്ടിയിട്ടാണ് ഈ UCC അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പേഴ്സണൽ ലോ നിലവിലുണ്ട് ഇന്ത്യയിൽ. അതിന് പകരമായിട്ട്, ഈ ഒരു പേഴ്സണൽ ലോയ്ക്ക് പകരമായിട്ട് എല്ലാവർക്കും, ഇന്ത്യയിലുള്ള എല്ലാവർക്കും ഒരു പൊതു നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ യൂണിഫോം സിവിൽ കോഡ് അമെൻമെൻറ്റിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. അടുത്തത്, അരുണാചൽ പ്രദേശിൽ ഒരു ന്യൂ സ്പീഷീസ് ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് കണ്ടെത്തിയിട്ടുണ്ട്. സ്ട്രോബിലാന്തസ് എന്നാണ് ആ ഒരു പ്ലാന്റിന്റെ ഫാമിലി വരുന്നത്. അരുണാചൽ പ്രദേശിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ
നമ്മുടെ കേരളത്തിലെ വെസ്റ്റേൺ ഗട്ട്സിലുള്ള നീലക്കുറിഞ്ഞി ഉണ്ടല്ലോ, ആ നീലക്കുറിഞ്ഞിയുടെ സയന്റിഫിക് നെയിം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ്. അതിന്റെ സെയിം പ്ലാൻ ഫാമിലിയിൽ പെട്ടതാണ് സ്ട്രോബിലാന്തസ് തന്നെയാണ് ഈ അരുണാചൽ പ്രദേശിലും ഡിസ്കവർ ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്. അപ്പോൾ ഇത്രയാണ് തേഴ്സ്ഡേയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അടുത്തത് ഫ്രൈഡേയിലത്തെ ഫാക്കൽറ്റിക്ക് എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫ്രൈഡേയിൽ, അതായത് 30th ജാനുവരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ 30th ജാനുവരി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആ ഡേയുടെ ഇമ്പോർട്ടൻസ് ആണ്. ഡേ എന്ന് പറയുമ്പോൾ 30th ജാനുവരി മാർച്ചിയേഴ്സ് ഡേ അല്ലെങ്കിൽ ഷഹീദ് ദിവസം എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യാറുള്ളത്. മാർച്ചിയേഴ്സ് ഡേ അല്ലെങ്കിൽ ഷഹീദ് ദിവസം എന്ന് പറയാനായിട്ട് കാരണം ബിക്കോസ് ഇറ്റ് ഈസ് ദ ഡേ ഓഫ് അസാസിനേഷൻ ഓഫ് മഹാത്മാഗാന്ധി. അതായത് മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ ഡേ ആയിരുന്നു അത്. അതായത് ഓൺ 1948 ഓൺ ദിസ് ഡേ, അതായത് 30th ജാനുവരി 1948 മഹാത്മാഗാന്ധി വാസ് അസാസിനേറ്റഡ് ഇൻ ബിർള ഹൗസ് ഇൻ ന്യൂ ഡൽഹി ബൈ നാഥുറാം ഗോഡ്സെ. സോ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് 30th ജാനുവരി മാർച്ചിയേഴ്സ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. സോ ഇതല്ലാതെ നമുക്ക് വേറൊരു മാർച്ചിയേഴ്സ് ഡേയും കൂടെ ഉണ്ട്. ഇറ്റ് ഈസ് ഓൺ March 23rd ആണ്. അതെന്തിനാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ടു റിമെമ്പർ ദ സാക്രിഫൈസ് ഓഫ് ഭഗത് സിംഗ്, സുഖ്ദേവ് തപ്പർ ആൻഡ് ശിവറാം രാജ്ഗുരു. അതായത് ഭഗത് സിംഗിന്, സുഖ്ദേവ് തപ്പർ, ശിവറാം രാജ്ഗുരു അവരോടുള്ള ആദരസൂചകമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാക്രിഫൈസിനുള്ള ആദരസൂചകമായിട്ടാണ് March 23rd നമ്മൾ എന്തായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, മാർച്ചിയേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, സോ അതല്ലാതെ നമ്മൾ അന്ന് പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആയിരുന്നു. ദ ഫസ്റ്റ് ഇന്ത്യൻ ആർമീസ് വുമൺ ഓഫീസർ ക്വാളിഫൈ ടു ഫ്ലൈ ദ രുദ്ര ആംഡ് ഹെലികോപ്റ്റർ. അതായത് ഇന്ത്യൻ ആർമിയിലെ തന്നെ ഫസ്റ്റ് വുമൺ ഓഫീസർ ഹു ഹാസ് ക്വാളിഫൈഡ് ടു ഫ്ലൈ ദ രുദ്ര ആംഡ് ഹെലികോപ്റ്റർ. രുദ്ര ഹെലികോപ്റ്റർ ഫ്ലൈ ചെയ്യാനായിട്ട് ഇന്ത്യൻ ആർമിയിലെ തന്നെ ഫസ്റ്റ് വുമൺ ഓഫീസർ എന്ന് പറയുന്നത് വാസ് ക്യാപ്റ്റൻ ഹൻസ്ജ ശർമ്മ ആയിരുന്നു. സോ ക്യാപ്റ്റൻ ഹൻസ്ജ ശർമ്മ മേക്സ് എ ഹിസ്റ്ററി by she is the first Indian Army's first woman officer to fly the Rudra armed helicopter. അപ്പോൾ രുദ്ര ആംഡ് ഹെലികോപ്റ്റർ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് എ വെപ്പൺ സിസ്റ്റം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ ആണ്. ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ്ഡ് വെർഷൻ ഓഫ് ധ്രുവ് എന്ന് പറയുന്ന ലൈറ്റ് ഹെലികോപ്റ്റർ, വെപ്പണൈസ്ഡ് ലൈറ്റ് ഹെലികോപ്റ്ററിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആയിരുന്നു രുദ്ര എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് Indian Army has officially selected a US-based firm Shield AI to supply the cutting-edge VBAT autonomous drones. അതായത് അൺമാൻഡ് ആയിട്ടുള്ള ഓട്ടോണമസ് VBAT ഡ്രോൺസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി ഒരു US-based ഫേമുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ദേ ആർ ജോയിനിങ്. ആൻഡ് എന്താണ് ഈ VBAT ഓട്ടോണമസ് ഡ്രോൺസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് AI ഷീൽഡ് അല്ലെങ്കിൽ AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു അൺമാൻഡ് എയർക്രാഫ്റ്റ് സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്, VBAT എന്ന് പറയുന്ന ഡ്രോൺസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അബൌട്ട് സമ്പൂർണത അഭിയാൻ 2.0. സോ സമ്പൂർണത അഭിയാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്കീം ലോഞ്ച്ഡ് ബൈ നീതി ആയോഗ്. നീതി ആയോഗ് ലോഞ്ച് ചെയ്ത ഒരു പ്രോഗ്രാം ആണ് അല്ലെങ്കിൽ ഒരു സ്കീമാണ് എന്ത് സമ്പൂർണത അഭിയാൻ എന്ന് പറയുന്നത്. വിച്ച് അല്ലെങ്കിൽ എന്തിനാണ് എന്ന് ചോദിച്ചാൽ വിച്ച് എയിംസ് a 3-month intensive campaign to achieve 100% saturation of critical development indicators in India's most under-reserved regions. അതായത് അൺറിസർവ്ഡ് ആയിട്ടുള്ള റീജിയൻസിൻ്റെ ഹെൽത്ത്, ന്യൂട്രീഷൻ, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ സ്റ്റഡി ചെയ്തിട്ട് ഇനി എന്ത് മാറ്റമാണ് വരുത്തേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളത് പ്രോഗ്രാംസിനകത്ത് എന്ത് ചേഞ്ചസ് കൊണ്ടുവരാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻറ്റൻസീവ് ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ ഒരു 3 months ഷോർട്ട് പീരീഡിലുള്ള ഒരു ക്യാമ്പയിൻ ആണെന്ത് സമ്പൂർണത അഭിയാൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ നീതി ആയോഗ്. സോ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ സിഇഒ എന്ന് പറയുന്നത് ശ്രീ BVR സുബ്രഹ്മണ്യമാണ് CEO ഓഫ് നീതി ആയോഗ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂ ആധാർ ആപ്പ്. ഇപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ ഒരു ആധാറിന്റെ ആപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് IT ജിതിൻ പ്രസാദയാണ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് IT. ആൻഡ് ഹി ലോഞ്ച്ഡ് ദ ന്യൂ ആധാർ ആപ്പ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ബൈ ഹിം. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മധ്യപ്രദേശ് ഡിക്ലെയേഴ്സ്
2026 ആസ് ദ ഇയർ ഓഫ് അഗ്രികൾച്ചർ. 2026 എന്ന് പറയുന്ന ഇയറിനെ ഇയർ ഓഫ് അഗ്രികൾച്ചർ ആയിട്ടാണ് മധ്യപ്രദേശ് സ്റ്റേറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്കീംസ് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അവരുടെ ബഡ്ജറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഫോർ ദ ഡയറി എക്സ്പാൻഷൻ ദേ ഹാവ് launched a new scheme called Dr. Bhimrao Ambedkar Kamdenu Yojana, which focuses on dairy expansion. Dairy expansion ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാമാണ് ഡോക്ടർ ഭീംറാവു അംബേദ്കർ കാമധേനു യോജന എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ചിറ്റൂർ പോലീസ് ലോഞ്ച് ധൈര്യ സ്പർശ ഇനിഷ്യേറ്റീവ് ഇൻ ചിറ്റൂർ, ആന്ധ്രാപ്രദേശ്. സോ ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചിറ്റൂർ പോലീസ് ലോഞ്ച് ചെയ്ത സ്കീമാണ് ധൈര്യ സ്പർശ എന്നുള്ളത്. അതിന്റെ ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് സ്ട്രെസ്സിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെക്കഗ്നൈസിങ് ഗുഡ് ആൻഡ് ബാഡ് ടച്ച് അറ്റ് ആൻ ഏർലി ഏജ്. ഏർലി ഏജിൽ തന്നെ ഗുഡ് ആൻഡ് ബാഡ് ടച്ച് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ പരിശീലിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ധൈര്യ സ്പർശ എന്ന് പറയുന്നത്. ലോഞ്ച്ഡ് ബൈ ചിറ്റൂർ പോലീസ് ഓഫ് ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ പോലീസാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് The Sonabeda Wildlife Sanctuary in Odisha was officially declared as Maoist free in January 2026. അതായത് ജാനുവരി 2026 ഒഡീഷയിലെ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആയിട്ടുള്ള സുനബേഡ വൈൽഡ് ലൈഫ് സാങ്ച്വറി മാവോയിസ്റ്റ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ മാവോയിസ്റ്റ് ഫ്രീ ഏരിയ അല്ലെങ്കിൽ മാവോയിസ്റ്റ് ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്ത വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സുനബേഡ വിച്ച് ഈസ് ഇൻ ഒഡീഷ. ഒഡീഷയിലെ സുനബേഡ വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ് എന്ത് മാവോയിസ്റ്റ് ഫ്രീ ആയിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. സോ അതത്രയാണ് എന്താ ഫ്രൈഡേയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സാറ്റർഡേയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പറയാം. ജാനുവരി 31 സാറ്റർഡേയിലെയാണ് പറയാൻ പോകുന്നത്. 31 ജാനുവരി ഇന്റർനാഷണൽ സീബ്ര ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അതിൻ്റെ റെഡ് ലിസ്റ്റിൽ എൻഡാഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടാണ് ഇപ്പോൾ സീബ്രാനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ത്രെട്ടൺ സ്പീഷീസ് ആണ്. അപ്പോൾ ഈ ഒരു സീബ്ര ഡേയിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളതും കൂടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അടുത്തത് ബീറ്റിംഗ് റിട്രീറ്റ് സെറിമണി. എന്താണ് ബീറ്റിംഗ് റിട്രീറ്റ് സെറിമണി എന്നുള്ളതാണ് ഈ അടുത്ത ന്യൂസിൽ പറയുന്നത്. നമ്മുടെ റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ചിട്ടുള്ള ആഘോഷ പരിപാടികളുടെ സമാപന ദിവസമാണ് ഈ ബീറ്റിംഗ് റിട്രീറ്റ് സെറിമണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റിപ്പബ്ലിക് ഡേക്ക് ശേഷം 3 ദിവസത്തിന് ശേഷം ജാനുവരി 29 ഈവനിങ് ആണ് ഈ ഒരു ആഘോഷം ഈ ഒരു ചടങ്ങ് നമ്മൾ ആഘോഷിക്കുന്നത്. ന്യൂഡൽഹിയിലുള്ള വിജയ് ചൗക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി നടത്തുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു സെറിമണി ആഘോഷിക്കുന്നത് 1950s പിന്നെ ഈ ഒരു പരിപാടിയിൽ ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, ഡൽഹി പോലീസ്, പിന്നെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൻ്റെ ഒക്കെ ബാൻഡുകൾ പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു മ്യൂസിക്കൽ പെർഫോമൻസും ഈ ഒരു പരിപാടിയിൽ ഉള്ളൊരു ഫീച്ചറാണ്. പിന്നെ ഈ ഒരു ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരിക്കും. സ്ക്വാഡ്രൺ ലീഡറായിട്ടുള്ള ലാമ പോക്പൻ രൂപ്ചന്ദ് സിംഗ് ആണ് ഈ ഒരു 2026 ഈ ഒരു പരിപാടിയുടെ പ്രിൻസിപ്പൽ കണ്ടക്ടറായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പരിപാടി കണ്ടക്ട് ചെയ്യുന്നത് ഇന്ത്യൻ ആംഡ് ഫോഴ്സിന്റെ ധീരതയ്ക്കും സാക്രിഫൈസിനൊക്കെ ആദരവ് അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആനുവൽ ഇവന്റ് നടത്തുന്നത്. അവർക്കൊരു ട്രിബ്യൂട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. അടുത്തത് UP ഗവൺമെന്റ് അപ്രൂവ്സ് ക്യാഷ്ലെസ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ്. ഉത്തർപ്രദേശ് ക്യാബിനറ്റ് റീസെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണിത്. ബേസിക് ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണിത്. അവർക്ക് ക്യാഷ്ലെസ് ആയിട്ട് പൈസ ഇല്ലാതെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്കീമാണിത്. 2025 ടീച്ചേഴ്സ് ഡേയിൽ ഉത്തർപ്രദേശ് CM അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണിത്. അപ്പോൾ 2026 ജനുവരിയിലാണ് ക്യാബിനറ്റ് ഇത് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് ഹോസ്പിറ്റൽസും പാനലിന്റെ കീഴിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ആണ് ഈ ഒരു സ്കീമിന്റെ കീഴിൽ വരുന്നത്. ആയുഷ്മാൻ ഭാരത് സ്കീമിന്റെ
മാതൃകയിലായിരിക്കും ഈ ഒരു സ്കീമും പ്രവർത്തിക്കുക. ആയുഷ്മാൻ ഭാരത് സ്കീം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഒരു സ്കീമാണ്. അപ്പോൾ ആ ഒരു സ്കീമിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് പോലെ തന്നെയാണ് ഈ ഒരു പുതിയ സ്കീമിലും ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫ്സിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും കിട്ടുക. പിന്നെ പറയുന്നത് ഈ ഒരു സ്കീമിലേക്ക് എലിജിബിൾ ആവുന്നവരുടെ കാര്യമാണ്. ഇപ്പോൾ ഗവൺമെൻറ് ആൻഡ് എയ്ഡഡ് സ്കൂൾസിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും പിന്നെ ബേസിക് എഡ്യൂക്കേഷൻ കൗൺസിലിങ്ങിൻ്റെ കീഴിൽ വരുന്ന ടീച്ചേഴ്സിനും ശിക്ഷാമിത്രാസിനും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനും ഇൻസ്ട്രക്ടേഴ്സിനും ഈ ഒരു സ്കീമിന് അപ്ലൈ ചെയ്യാം. പിന്നെ KGBV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയത്തിലെ ടീച്ചേഴ്സിനും വാർഡൻസിനും ഇത് എലിജിബിൾ ആണ്. പിന്നെ PM പോഷൻ യോജന കുക്സ് അവർക്കും ഇത് എലിജിബിൾ ആണ്. പിന്നെ കറൻ്റ്ലി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീമൊക്കെ കിട്ടുന്നവർക്ക് അതിലൊക്കെ അങ്ങനത്തെ സ്കീംസിനൊക്കെ കിട്ടുന്നവർക്ക് PMJY അല്ലെങ്കിൽ CM ജൻ ആരോഗ്യ അഭിയാൻ ഇങ്ങനത്തെ സ്കീമുകളൊക്കെ ഓൾറെഡി കിട്ടുന്നവർക്ക് ഇത് എലിജിബിൾ ആയിരിക്കില്ല. അടുത്തത് ജെയിംസ് വെബ് ടെലസ്കോപ്പ് ഡിറ്റക്ട് മോസ്റ്റ് ഡിസ്റ്റൻറ്റ് ഗാലക്സി MOM Z14. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് ഒരു പുതിയ ഗാലക്സി ഒബ്സർവ് ചെയ്തിരിക്കുകയാണ്. MOM Z14 എന്നാണ് ആ ഗാലക്സിയുടെ പേര്. പിന്നെ പറയുന്നത് എർത്തിലേക്ക് ആ ഒരു ഗാലക്സിയിൽ നിന്ന് എർത്തിലേക്ക് ഈ ഒരു ലൈറ്റ് ആ ഗാലക്സിയിൽ നിന്ന് ട്രാവൽ ചെയ്യാനായിട്ട് 13.5 ബില്യൺ ഇയേഴ്സ് ട്രാവൽ ചെയ്താലാണ് എർത്തിലേക്ക് അവിടുത്തെ ലൈറ്റ് എത്തുക എന്നുള്ളതാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിനെ പറ്റി പറയാനാണെങ്കിൽ 2021 ഡിസംബർ 25 ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്പേസ് ടെലസ്കോപ്പാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നാസ, യൂറോപ്യൻ സ്പേസ് ഏജൻസിയും കനേഡിയൻ സ്പേസ് ഏജൻസിയും ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ടെലസ്കോപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് സാറ്റർഡേയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്. അപ്പോൾ ഈ വീക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കഴിഞ്ഞു.